ഗൈസ് നമ്മുടെ ഡേ 3 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ യൂണിഫോമിലാണ്. പ്രൊഫഷണൽസ് ആയതുകൊണ്ടാണ് ഇങ്ങനെ എല്ലാരും ഒന്നിച്ച് ചേർന്നുകൊണ്ട് ഫണ്ണി ഗൈ പറയുന്നത്. ഹരിദ്വാർ എന്റെ വീട്ടുപേര് ഡിസ്ക്ലോസ് ചെയ്തില്ല. ഇന്നത്തെ ഞങ്ങളുടെ പഠനവശം അതിലേക്ക് എടുക്കുകയാണ്. NGOs, NDMA തുടങ്ങിയ എല്ലാ ഏജൻസികളിലും കയറി ഞങ്ങൾ എന്തൊക്കെയാണ് ഇവർ ചെയ്യുന്നത് മനസ്സിലാക്കാൻ പോവുകയാണ്. അതെ, ഇനി അടുത്ത കുമ്പളാണ്. അടുത്ത 12 ദിവസം നയിക്കേണ്ട ഒരു 19 പേരാണ് ഇന്ന് മുന്നിൽ നടക്കുന്നത് എന്ന് നിങ്ങൾ ഓർക്കണം. ഇപ്പൊ കുറച്ച് പേരാണ്, ബാക്കി എല്ലാവരും ഫസ്റ്റ് ടീമായിട്ട് പോയി. നമ്മളെപ്പോഴും പഠിക്കുന്നതിന്റെ ആസ്പെക്ട് വേണം നോക്കാൻ. നോക്കൂ, തിരക്കുണ്ട്. കുംഭമേളയുടേതായിട്ടുള്ള തിരക്കില്ലെങ്കിലും കുംഭമേള പഠിക്കുന്ന ആസ്പെക്റ്റായിട്ടുള്ള വർക്കാണ് നമ്മൾ റിലേറ്റഡ് ചെയ്യുന്നത്. ഫുൾ കച്ചറയാണ് ഇവിടെ. എന്താ പറയണ്ടെന്ന് അറിയത്തില്ല. നേരെ നോക്കിയാൽ ഒരു വഴി കാണും. ആ വഴി വഴിയിലൂടെ പോയാൽ എവിടെ ചെല്ലും? എവിടെ പോകും? വാഴ അതല്ല ഞാൻ ചോദിച്ചത്. അല്ലെ തന്നെ ലാഗാണ്. ഗംഗയുടെ തീരത്ത് പോയാൽ എന്നാ ഗുണം? നമുക്ക് ഇറങ്ങി കുളിക്കാം. കുളക്കറമത്തയെ കാണാം. നിന്റെ ഒരു അനൗൺസ്മെന്റ് കേട്ടാ ഞാൻ, ദിലീപ് കുമാർ താക്കൂർ ഓരോരോ കാര്യം ഇവിടെയും വന്ന് പുള്ളി. നിന്നെ ഇന്ന് രാവിലെ അച്ഛൻ തിരക്കിയായിരുന്നു. വീഡിയോയിലൊന്നും കാണുന്നില്ലല്ലോ, കൊടുക്കാൻ ഞാൻ പുള്ളിക്ക്. വ്ളോഗിലൊന്നും കാണുന്നില്ല. രാവിലെ കൂടി അച്ഛൻ വിളിച്ചപ്പോൾ പറഞ്ഞുള്ളൂ. ഓഹോ, ഇവിടെയും പ്രൊമോഷൻ. ഇതാണ് നിങ്ങൾ തേടിയ ആള്. അച്ഛാ അതുകൊണ്ട് ഇവിടെ തന്നെയുണ്ട്. ഏടും അയച്ചു കൊടുക്കുക. കാണും. നമ്മൾ ഫീൽഡിലാണുള്ളത്. വളരെ ചൂട്. ഈ ചൂടത്ത് ഇങ്ങനെ ഇതാണ് പ്രയാഗ്രാജിലെ ചൂട്. കിരൺ, അജയ്, ഇന്നലത്തെ എനർജി എവിടെ ഗൈസ്? കമോൺ ഗൈസ്. കിരൺ, വ്ളോഗിൽ ഭാഗമാകൂ. വ്ളോഗ് വളരെ ഡ്രൈ ആണ്. നമ്മുടെ ടീമില് ഉള്ളവര് ഫസ്റ്റ് പോയവരെ നമ്മൾ തിരിച്ച് തപ്പാൻ പോവുകയാണ്. അപ്പം നമ്മൾ നടക്കുന്നത് മണ്ണിൽ നിന്ന് കുറച്ചും മാറി ഇതൊക്കെ കാണുന്നത് ഗംഗാ സ്നാനം ചെയ്യുന്നവരും ഒക്കെയാണ്, സ്ഥലം ഒക്കെയാണ്. ഇതിപ്പോൾ നടക്കുന്നത് വൈക്കോൽ എന്ന് നമ്മുടെ നാട്ടിൽ പറയും. അതിന്റെ മണ്ടേ കൂടെയാണ് നമ്മളിപ്പോൾ നടക്കുന്നത്. ഇതെന്തിനായിരിക്കും വൈക്കോൽ ഇട്ടേക്കുന്നത്? തോന്നുന്നു നമ്മൾ മണ്ണിലല്ലായിരുന്നു. ഇവിടെ വൈക്കോൽ ഇട്ടേക്കുന്നതിന്റെ റീസൺ എന്തായിരിക്കും? നമ്മൾ കണ്ടുപിടിക്കാം. അതല്ല നമ്മൾ ഡിസാസ്റ്റർ മാനേജ്മെന്റ് സ്റ്റുഡൻസ്. ഓക്കെ, ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് പറഞ്ഞുതരാം. ഇപ്പം വേസ്റ്റ് ഒക്കെ വളരെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്തേക്കുന്നത്. നോക്ക്, ഇതിപ്പം എല്ലായിടത്തും നോക്കി കാണാം. നമ്മൾ UP കുറേ കാര്യങ്ങൾ ബാക്കിലാണെങ്കിലും പട്ടിയാ. പിന്നെ നോക്ക്, കുറേ ഫ്ലാഗ്സ് ഉണ്ട് കൺട്രീസിൻ്റെ. അതിവിടെ ഒരു ഇൻ്റർനാഷണൽ കൊളാബറേഷൻ കാണിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഗ്ലോബൽ ഇത് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കുന്നു. ഇത്ര ആളുകളുണ്ട് ഇന്നിപ്പോൾ ഇവിടെ. എന്നാലും ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ഗുഡ്. എന്താ അല്ല, നീ നേരത്തെ ചോദിച്ചല്ലോ ഈ വൈക്കോൽ എന്തിനാ ഇട്ടേ. സ്വാഭാവികമായിട്ടും നമ്മൾ നേരത്തെ നടന്നു വന്നത് മണലിൽ കൂടാ. ഇപ്പൊ നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ നീ നോക്ക്, പെട്ടെന്ന് ഈസി ആയിട്ട് നടക്കാൻ പറ്റുന്നുണ്ട്. നമ്മുടെ മൂവ്മെന്റ് ഫാസ്റ്റ് ആയിരിക്കും. നല്ല മൂവ്മെന്റ്, നല്ല പെട്ടെന്ന് നടക്കുന്നുണ്ട്. മൂവ്മെന്റ് ഫാസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് പൊടി ശല്യവും വളരെ കുറവാണ്. ഇവിടെ അതിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യം. ഇവിടെ മണ്ണ് ഡിഫറെന്റ് ആണ്, നമ്മുടെ പോലത്തെ മണ്ണല്ല.
ഈ മണ്ണ് എന്താ പറയാ? മണ്ണിന്റെ പേര് അജയ് ഓക്കെ. മണ്ണിന്റെ ടെക്സ്ചർ വേറെയാണ്. അതേപോലെ തന്നെ തൊട്ട് ഇവിടെ എന്ന് പറയുന്ന വെള്ളമാണ്. ആ വെള്ളത്തിൽ നിന്ന് നടന്ന് ഈ മണ്ണിൽ കയറുന്ന കാലെല്ലാം ആവും. പക്ഷെ ഇവിടെ ഇതിനകത്ത് വന്ന് ചവിട്ടുമ്പോൾ അതിന് കുറെ വെള്ളത്തിന്റെ അംശം അങ്ങ് കിട്ടും. അതെ, അങ്ങനെ ആകുമ്പോൾ എളുപ്പമുണ്ട്. അതെ. മെയിനായിട്ട് മൂവ്മെന്റ് ഭയങ്കര ഫാസ്റ്റ് ആവുന്നുണ്ട്. പെട്ടെന്ന് നടക്കുന്നുണ്ട്. മറ്റേ പതുക്കെ വെയിറ്റ്. യെസ് ഗൈസ്, ദാറ്റ്സ് എ റീസൺ. മാത്രമല്ല നേരത്തെ ഞാൻ പറഞ്ഞ ഫ്ലാഗ്സ് ആണ് ഈ കാണുന്നത്. ഇവിടെ ഒരു സീൻ കണ്ടാൽ നമുക്ക് മനസ്സിലാവും കുറച്ചുകൂടി ഈവൻറ്റ്സ് ഓർഗനൈസ് ചെയ്യുന്നതിൻ്റെ അകത്താണ് എന്നാണ് മനസ്സിലാവുന്നത്. പിന്നെ പാലം, ഇവിടെ ഒരുപാട് കണക്റ്റിംഗ് ടെമ്പററി ബ്രിഡ്ജസ് ഉണ്ട്. ഇപ്പം ഇതൊക്കെ ഗംഗാ സ്നാനെത്തിയ ആളുകൾ. വി ആർ ഗെറ്റിംഗ്. ഇത് അവിടെ എന്താ എഴുതിയിരിക്കുന്നത് ഹിന്ദിയിൽ കാണുന്നില്ല എനിക്ക്. തിരിച്ചാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, തിരിച്ചാണ് എഴുതിക്കുന്നത്, നമുക്ക് മനസ്സിലാവുന്നില്ല. ആൻഡ് സി, വേസ്റ്റിനെ പറ്റി ഞാൻ നല്ല പറഞ്ഞെങ്കിലും ഇങ്ങനത്തെ ഒരു സെക്ഷൻ കൂടി ഉണ്ട്. നമ്മളിപ്പോൾ തിരിച്ച് മണ്ണിലേക്ക് ഇറങ്ങി. അപ്പം നമുക്ക് ഈ സ്പീഡിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും. കാരണം നമ്മൾ കുഴിഞ്ഞിറങ്ങുന്നത് ഈ മണ്ണ് എന്ത് മണ്ണാണ് എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യും. എവരിവെയർ ആൻഡ് ഈസ് ടേക്കിംഗ് സെൽഫീസ് അല്ല ഫോട്ടോസ്. ഇപ്പം അവരെ എന്നെ പറ്റി അതൊന്നുമല്ല വിചാരിക്കുക. ഗൈസ്, ഈ പറഞ്ഞ പോലെ ഈ മണ്ണിൽ കൂടി നടക്കാൻ കുറച്ച് എനർജി വേണം. സോ വൈൻഡിങ് അപ്പ് ഹിയർ. മാസ്ക് ഇട്ട് ഓക്കെ. നമ്മൾ പിന്നെ കണ്ടുമുട്ടിയിരിക്കുന്നു. ഇന്നത്തെ വ്ളോഗ് കുറച്ച് ഡ്രൈ ആയിരിക്കും ബിക്കോസ് ഫില്ലാണ്. അതെ അതെ, കുളത്തേട്ട പണിയാവില്ല. കുളത്തിടാൻ വേണ്ടതാണ് സാറിന്റെ നിർദ്ദേശങ്ങൾ. കൈ പിടിക്കാൻ നമുക്ക് എന്നാണ് പറയുന്നത്. എന്താ 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 നമ്മളെല്ലാരും ആ അതെ NDRFിന്റെ സ്റ്റോളിലാണോ പോകുന്നത്? ഇനി അങ്ങോട്ട് വായിക്കേ. സോറി. ഇവിടെ വൃത്തിയില്ല, മെനയില്ല, വെള്ളമില്ല, പനിയും പിടിച്ച്. ഡേ 3 ആളുകളാണ് പനി. ഇത് ഫീൽസ് ലൈക്ക് എ വീക്ക്. എൻ്റെ ഇതൊന്ന് സെറ്റ് ചെയ്തോണ്ട് ക്യാമറ ഓക്കെ. ഇവിടുത്തെ മേജർ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ പൊടിയാണ്. പൊടിയടിച്ച് മനുഷ്യനെ തലയിൽ വെയിലടിക്കാൻ വേണ്ടിട്ട് ഇവിടുത്തെ ടെമ്പറേച്ചർ ഷിഫ്റ്റിംഗ് ഫാസ്റ്റർ ദാൻ മൈ മൂഡ്. രാവിലെ ഒടുക്കത്തെ ചൂടും രാത്രി ഒടുക്കത്തെ തണുപ്പും. എന്നാ പിന്നെ ഏതെങ്കിലും ഒരെണ്ണമാണ്. രാവിലെ തണുപ്പായിരുന്നു, ഇത്ര പ്രശ്നമില്ലായിരുന്നു. പക്ഷെ ഇപ്പം രാവിലെ സഹിക്കാൻ പറ്റാത്ത ചൂട്, അതിൻ്റെ കൂടെ പൊടി, പനി. ഞാൻ കുറച്ച് പ്രിപ്പയർഡ് ആയിട്ടാണ് വന്നത്. അതെ, ഞാൻ അറിഞ്ഞില്ല. 5 മിനിറ്റ്സ് നടക്കുന്നതുകൊണ്ട് ഞാൻ അങ്ങ് കൊടുത്തു. ഓവർ പാക്ഡ് ആയിരുന്നു നമ്മൾ. കാര്യം എനിക്ക് ടീഷർട്ടും കാര്യങ്ങളൊന്നും, ഞാൻ എല്ലാ സ്വെറ്റ് ടൈപ്പാണ്. ഇവിടുത്തെ ഒരു വ്യക്തി, ഞങ്ങളുടെ അധ്യാപകനായിരുന്ന എനിക്ക് പറഞ്ഞത് കേട്ടിട്ട് തണുപ്പ് റെസിസ്റ്റ് ആയിട്ട് ഡ്രസ്സ് എടുത്തിട്ടാണ് ഞാൻ ഇറങ്ങി തിരിച്ചത്. പക്ഷേ വാട്ട് ഹാപ്പൻ ഈസ് ദാറ്റ് ഇവിടെ വന്നപ്പോൾ പൊടി, രാവിലെ എക്സ്ട്രീം ചൂട്, രാത്രിയാണ് ഈ പറഞ്ഞ സ്ഥലങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഓവർ പാക്ഡ് ആയിട്ടുള്ള റൂമിൽ ഉള്ളപ്പോൾ ഞാൻ ഇവിടെ പേടിക്കണം. പക്ഷേ ഇവിടുത്തെ ഗെയിം യു ഓൾ ഹാവ് ടീഷർട്ട്സ്. പറയണ്ട, എനിക്ക് പറഞ്ഞു തീർന്നില്ല. ഇന്നാണ് നമ്മള് കുറെ അധികം ബാബാമാരെ കണ്ടത്. അക്കോരിയാണോ എന്ന് അറിഞ്ഞൂടാ, ബട്ട് സ്റ്റിൽ നമ്മൾ കുറെ ബാബാസിനെ കണ്ടു. ആൻഡ് അവിടെ മണി കണ്ടോ?
ഹായ് ഗൈസ്. നമ്മൾ നിൽക്കുന്നത് ഏതോ പ്രധാനമന്ത്രിയുടെയും ചീഫ് മിനിസ്റ്റർ പ്രധാനമന്ത്രിയുടെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെയും യു പി മുഖ്യമന്ത്രി യോഗി കാ മാനനീയ മുഖ്യമന്ത്രി, അതായത് മാന്യനായ മുഖ്യമന്ത്രി ശ്രീമാൻ മുഖ്യമന്ത്രി. ശ്രീമാൻ. ആ ഫോട്ടോ കാണിച്ചെടുത്തേ. റിംബോച്ച് അല്ല അക്കോസുട്ടോ. ഓ ഇത് അങ്ങനെ തിരിയത്തില്ല. ഒരു ഫോൺ നോക്കട്ടെ. എക്സിലൊക്കെ അയച്ചു കൊടുക്കാം, അവർ വിചാരിക്കട്ടെ. നമ്മളിപ്പോ ഒരു പാലം ക്രോസ് ചെയ്യുമ്പോൾ പറഞ്ഞല്ലോ ഇവിടെ ഒരുപാട് ടെമ്പററി പാലങ്ങളും മെയിൻ ബ്രിഡ്ജസും ഒക്കെ ഉണ്ട്. സോ നമ്മള് ഇപ്പോൾ സ്പെഷ്യൽ പെർമിഷൻ എടുത്തിട്ട് ഏതെങ്കിലും ആളുകൾക്ക് പോയാൽ തമ്മിലുള്ള പെർമിഷൻ കടക്കാൻ പോവുകയാണ്. ഫുൾ ഓഫ് നടത്തം. മഹാകുംഭമേളയിൽ ഇത്ര നടക്കാൻ സ്ഥലം ഉണ്ടാവുന്ന പ്രതീക്ഷയല്ല വന്നത്. മൊത്തം നടത്തം. എന്തോരം നടക്കാവുടെന്നുള്ള ചോദ്യത്തിന് ഒരു ഉത്തരവില്ല. ഒന്ന് ചോദിച്ചു നടക്കാൻ താല്പര്യമുണ്ടത്, പിന്നെ എന്ത് പറയാൻ, ഓൾറെഡി തീരുമാനിച്ചിട്ട് ആണ് പറയുന്നത്. വെരി ബാഡ്. മനസ്സെല്ലാം മനസ്സോടെ നടക്കുന്ന ഡിസാസ്റ്റർ മാനേജ്മെന്റ് സ്റ്റുഡൻസ്. ഇത് എത്ര നടക്കാനാണ്? ഈ ഓൾറെഡി 2-3 സെക്ടർ നടന്നിട്ട് വരുന്നത്. നമ്മൾ ാണ് ഇതൊന്ന് എടുക്കാൻ പറ്റിയ അവസരം ഉണ്ടായത്. എല്ലാ കൊടുക്കുന്നതാണ് ഞാനാണ് മെയിൻ എന്ന് പറഞ്ഞത്. അതാണിത് മെയിൻ, അങ്ങനെയാണ്. ഇത്ര നേരം ഇത് നിൽക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് കുറെ വ്ലോഗ് മിസ്സായത്. ഇപ്പോഴാണെന്ന് ഫോൺ പുറത്തെടുക്കാൻ പറ്റിയ അവസരം കിട്ടിയത്. നമ്മളിപ്പം നമ്മുടെ നാട്ടിൽ ബംഗാളികളവരൊക്കെ വന്നിട്ട് നമ്മൾ വിചാരിക്കും എന്താണിത് അങ്ങനെ. പക്ഷെ ഇപ്പം നമ്മൾ അവർ സാഹചര്യത്തിനനുസരിച്ച് ജീവിക്കാതെ നമ്മൾ പഠിച്ചു നിന്നാണ്. ഇടയ്ക്ക് ചേർന്നു ഒഴുകി ചേർന്നു. ഇപ്പൊ ഗംഗയിലൊക്കെ കുളിക്കണം.
ഗൈസ് എൻ്റെ നേരെ ഇരിക്കുന്നൊരു പശു ആണ്. കൃഷ്ണ ഹൗസ് എവറിത്തിങ്. ഗൈസ് അവിടെ ഇരിക്കുന്നതൊക്കെ നമ്മുടെ പിള്ളേരാണ്, ബംഗാളികളുടെ കൂടെ. ഡോണ്ട് സേ ദാറ്റ് മീനാക്ഷി. എവിടെ എൻ്റെ പിള്ളേരെവിടെ? അത് മഞ്ഞയാണ്, സിന്ദൂരം തൊട്ടതല്ല അതിൻ്റെ പുറകിലുള്ളത്. കിരണുണ്ട്, KP ഉണ്ട്, സുന്ദറുണ്ട്, അർജുൻദാസിനെ കാണുന്നുണ്ട്, അൽമ കാണുന്നുണ്ട്, അങ്കിത്, റോഷ്. എനിക്ക് ക്യാമറ ഉണ്ട്, ഇനിയിപ്പോൾ ഷോ ആയിരിക്കും. ഗൈസ് എൻ്റെ എക്സ് ബെസ്റ്റ് ഫ്രണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. We broke up in Prayagraj because എൻ്റെ ഒരു ഫ്രണ്ടല്ല. കാരണം എന്താ എനിക്കറിയില്ല, നീ എങ്ങനെ പറഞ്ഞു? because I gifted him something. കുറച്ച് ആൾ മുന്നേ I asked him to keep it safe. That's like our friendshipന്റെ. ഞാനും ഒരു സാധനം കൊടുത്തായിരുന്നു, അത് ഞാൻ സേഫ് ആക്കി വെച്ചിട്ടുണ്ട്. ഞാൻ അടുത്ത ദിവസം എടുത്ത് കാണിച്ചു തരും. ഹോസ്റ്റലിൽ ചെന്ന് ആദ്യം നിന്ന് ഞാൻ അതായിരിക്കും കാണിക്കാം. കളഞ്ഞു, എന്റെ കയ്യിൽ നിന്നും പോയി. ഇല്ല, അപ്പൊ ടാലിയായി, അവക്കത് ഇതാക്കാൻ പറ്റുന്നില്ല. ഇവൻ പറയുന്ന പൊട്ടക്കള്ളാണ്, ആരെ കള്ളമാണ്. കാര്യം നിന്റെ വീട് അരൂരാണ്. യു ഡോണ്ട് ഈവൻ ബിലോങ് ടു കൊച്ചി. ചേർത്തലല്ലേ? ഒരു പ്രോമിസ് ആണ് ഈ പ്രോമിസ്. എന്നിട്ട് ഞാനത് എവിടെയും ചോദിക്കുമ്പോ പിന്നെ ഓർമ്മയില്ല. ഹി വാസ് ഓൺ മധ്യയില് കൊച്ചു ബാങ്ക് അടിച്ചിട്ട് എന്തൊക്കെയോ വിളിച്ചത് ഇവൻ എന്നിട്ട് അതുകൊണ്ട് കളഞ്ഞു. What should I expect from such a friend? What kind of friend is he? ഫ്ലിപ്പ് നോക്കണ്ട. ഇവൻ എന്ത് ഫ്രണ്ടാണ് പറ? ഇവനാണ് ശരിക്കും പിണങ്ങിയ മാസ്റ്റർ. ബട്ട് ഞാനാണ് പിണങ്ങിയെന്ന് പറയുന്നത്. ഞാൻ പിണങ്ങിയ റീസൺ ഉണ്ട്. ഓറഞ്ച് എന്റെ മേരെ പാസ് ഓറഞ്ച് ഓറഞ്ച് നമ്മൾ പ്രയാഗ്രാജ് വന്നിട്ട് കുംഭമേള എന്ന് പറഞ്ഞ് ഞങ്ങളെ പറഞ്ഞു പറ്റിച്ച് ഇവിടുത്തെ കുംഭമേള ഇല്ല ഗൈസ്. കുംഭമേള ഉണ്ട്, പക്ഷെ ദാറ്റ്സ് നോട്ട് ദ മഹാകുംഭമേള. ഇറ്റ്സ് ജസ്റ്റ് നമ്മുടെ നാട്ടിലെ സപ്താഹം. രാജവിനെ അത് ഓറഞ്ചാറിനെ പറ്റിച്ച് ഗൈസ്. പോലീസുകാരനെ വിളിച്ചിട്ട് പണ്ടാല് കേസായിരുന്നു. അതൊക്കെ അവിടെ നിൽക്കട്ടെ. വി ആർ നോട്ട് ഫ്രണ്ട്സ് എനിമോർ. എനിക്ക് സൗകര്യമില്ല പിടിക്കാൻ. ഇതെന്നെ ഫോൺ മേടിച്ച് കൈ പിടിച്ചത്. ഫോൺ വേണ്ടല്ലോ അടിച്ച് പൊട്ടിക്കും. എനിക്കൊരു പുതിയ ഐഫോൺ കിട്ടി ഗൈസ്. എന്റെ കയ്യിൽ നിന്ന് മേടിച്ച് പിടിച്ചാണ്. ഇതുപോലെ പ്രോമിസ് ബ്രേക്ക് ചെയ്യുന്ന ഒരു ഫ്രണ്ടിനെ എനിക്ക് വേണ്ട. അതെപ്പോഴായിരുന്നു പ്രോമിസ്? അതൊരു പ്രോമിസ് ആയിരുന്നു. പ്രോമിസ് ഒക്കെ എനിക്കറിയില്ല. കൊണ്ട് കളയരുത്, മറ്റേത് നശിഞ്ഞു, പിന്നെ ഇത് കൊണ്ട് കളയരുത്. മറ്റേത് കാണാണ്ട് പോയി. മറ്റേത് എവിടെ കൊണ്ട് ഞാൻ പറഞ്ഞു കൊണ്ട് കളയരുത്, സൂക്ഷിച്ചോണം. അങ്ങനെയൊന്നും നീ പറഞ്ഞിട്ടൊന്നുമില്ല. ഒരു നോണയല്ല. അവിടെ വ്ളോഗ് ചെയ്യാൻ വേണ്ടി വിളിച്ചോണ്ടിരിക്കുകയല്ല, വ്ളോഗ് ചെയ്തോണ്ടിരിക്കണം. ജസ്റ്റ് കൂടി അത് ഓട്ടം. കേൾക്കുന്നുണ്ടോ ആവോ? നടത്താം. മഹാകുംഭമേള നിങ്ങൾക്ക് പറ്റിനെ പറ്റില്ല. ഇനിയിപ്പോൾ ഇത് എത്ര വർഷം കൊണ്ട് നിങ്ങളൊന്നും ജീവിച്ചിരിപ്പുണ്ടാവില്ലായിരിക്കാം. 144 വർഷത്തിന് നമ്മൾ വന്ന പോലെ ഒരു പറ്റില്ലായിരിക്കാം. ഒരു ദിവസം റെസ്ക്യൂ വേണം. എന്തെങ്കിലും മറ്റൊക്കെ നടക്കാൻ എനിക്ക് ഇപ്പോഴും അറിയാമല്ല. 10% മാർക്ക് കിടപ്പുണ്ട്. ഇതങ്ങനെ വീണാല്
യൂണിഫോം പിടിച്ച് നടക്കുമ്പോൾ ഗൈസ് ഇതൊക്കെ ടെമ്പററി പാലങ്ങളാണ് ഈ കാണുന്നത്. എൻ്റെ അപ്പുറത്ത് കാണുന്നതൊക്കെ ബൈ യൂണിഫോം പിടിച്ച് നടന്നാൽ വീടാൻ ചാൻസുണ്ട്. വീണ് കഴിഞ്ഞാൽ എല്ലാവരുടെ കൂടെയുള്ള ബഹളം നമുക്ക് കിട്ടും. പഴുത്തൊക്കെ കാണുന്നുണ്ട്, പിന്നെ വീടും ചാൻസാണ്. അപ്പം സതീശൻ യോഗയുടെ പവർ എന്ന് പറഞ്ഞ് നിർത്തിയതിൽ എനിക്ക് കുറച്ച് തിരുത്താ പറയാൻ ആഗ്രഹിക്കുന്നു. ഇത് യോഗയുടെ പവർ അല്ല. ഹര ഹര മഹാദേവ, ഹര ഹര മഹാദേവ. ഇവ പറയുന്ന വീഡിയോ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. മഹാദേവ മഹാദേവ. വാരണാസി പോ, എല്ലാരും വാരണാസി പോയി തൊഴുത് മഹാദേവ ഭക്തനാവൂ. പ്രയാഗ്രാജ്, ഹര ഹര മഹാദേവ. മഹാദേവിന്റെ ആളാണ്. ബിക്കോസ് ഇന്നലെ അവൻ എന്ത് രീതിയിലായിരുന്നത് എൽഷായി ഗൈസ്. താങ്ക് യു സാർ. കുറച്ച് പിടിക്കോ? ഐസ്ക്രീം ചൂടത്ത് ഈ തണുപ്പ് എന്താണെന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ മനുഷ്യരൊക്കെ തന്നെ അല്ലേ, നിങ്ങൾക്ക് തോന്നുന്നു അതേ തിരികെ എനിക്ക് തോന്നുന്നു. അങ്ങനെ എങ്ങനെ എന്നെ കാണുന്നില്ല. Cheers. ചത്തു പോകുന്നതിലും നല്ലല്ലേ നമ്മള് ഡോളർ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഡോളർ ഒന്നും എന്നിട്ട് ഐസ്ക്രീം എന്നാ കുഴപ്പമില്ല. ചൂടത്ത് ജീവിക്കാൻ ഐസ്ക്രീം ആരും തിന്നണം. ഇമ്മ്യൂണിറ്റി കിട്ടാനാ. ഇമ്മ്യൂണിറ്റി. അതെ, ഫോക്കസ് മാറി പോവാതിരിക്കാനാണ് അപ്പൊ ഐസ്ക്രീം തിന്നണം. ചൂടത്ത് നമ്മൾ കിളി പോകരുത്. അതേടി, എങ്ങനെ തിരിക്കണ ക്യാമറ? ചൂടത്ത് നമ്മൾ ഐസ്ക്രീം വാങ്ങി തലേന്ന് വലിച്ചിട്ടേ, തലേന്ന് വലിച്ചിട്ടേ ഫ്രണ്ടിലേക്ക് അവിടെ കുറച്ച് അങ്ങനത്തെ പോരല്ലേ. ടാങ്ക് ഇറക്കി വെള്ളം. ഓക്കെ, ഗംഗാവെള്ളത്തിലായിരിക്കും ടാങ്ക് ഇറക്കുന്നത്. ഐസ്ക്രീമിന്റെ റിവ്യൂ എടുക്കേ. ഓക്കെ സാർ, ഫുൾ വ്ലോഗാ. ₹10 നോക്കട്ടെ പെണ്ണിന്റെ പെയിന്റിങ് എങ്ങനെയുണ്ടോ. ഒരു മല വരയ്ക്കാൻ പറ്റുമോ? സൂര്യൻ ഇത് മാറ്റി അരിവാളും ചുറ്റിക്കൊക്കെ കിട്ടുമോ? അയ്യോ, ഇതൊന്ന് രാവിലെ ഓർമ്മ വരും. രാവിലെ ബിൽസ് എഴുതി വെക്കുന്നത് ഇവിടെ തുപ്പരുത്. തിരിഞ്ഞു പിള്ളേരെ പിടുത്തക്കാരെന്ന് വിചാരിക്കും. ശരിയായില്ല പോലും. ഇല്ല, ഞാൻ ഒക്കത്ത് എത്തിച്ചിട്ടാ സാർ.
തിരിഞ്ഞു മോളെ തിരിഞ്ഞു മതി മതി അവള് കൈ അടിച്ചടാ കൊച്ചിനെ കൈ അടിച്ചോ ഇവിടെ ഒരാളോടെ ഉണ്ട് എന്നോട് വന്നിട്ട് പറയടാ സർവേക്കലിന്റെ ഫോട്ടോ എടുത്ത് താങ്ക് യു. ഇതെല്ലാവർക്കും കൊച്ചു പക്ക ചോട്ടിയേ പക്ക ചോട്ടിയേ ചില്ലറ 10 ആരെങ്കിലും താങ്ക് യു. ബൈ ബൈ. പക്ഷെ പൈസ ഇല്ല. എന്ത് ചെയ്യാൻ? എനിക്ക് ഞാനാ പെയിന്റ് മേടിച്ചിട്ട് ഇവിടെ ഇറങ്ങാൻ പോവാ. സാരി ഇവിടെ എടുത്തോ, നീ സാരി ഇവിടെ എടുത്തോ. ഇപ്പൊ ഉള്ളത് കുംഭമേളയുടെ പ്രസാദമൊക്കെ നേടിയിട്ടുണ്ട്. അതും ഒരു കൊച്ചിന്റെ അടുത്താണ്. എന്തായാലും ഭഗവാൻ ഞങ്ങളെ അനുഗ്രഹിക്കും. ഞങ്ങൾക്ക് അനുഗ്രഹമുണ്ട്, ഞങ്ങൾ രക്ഷപ്പെട്ടു. ഞങ്ങൾ രക്ഷപ്പെട്ടു. നിങ്ങളുടെ കാര്യം അറിയില്ല. ഉടനെ കുറെ പേരൊന്നും തൊട്ടിട്ടില്ല. കൊച്ചുങ്ങളുടെ അടുത്ത് അനുഗ്രഹമാണ്. അതെ, ഞങ്ങൾക്ക് തന്നെ ഞങ്ങളുടെ വേണ്ടി കുംഭമേള എന്ന് പറഞ്ഞു. വി ആർ ഗോയിങ് ടു സംഗം ഏരിയ. അന്നദാനം ഉണ്ടാവല്ലോ, നമുക്ക് ക്യൂ നിന്ന് ഫുഡ് കഴിക്കാം. ഗൈസ്, ഇപ്പൊ നമ്മൾ കുംഭമേള എത്തിയെന്ന് വേണമെങ്കിൽ പറയാം. കുംഭമേള എത്തിയെന്നാണ് എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത്. തിരക്ക് തുടങ്ങിയിട്ടുണ്ട്. തിരക്ക് സ്കൂളുണ്ട്. നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന ഔട്ടറിൽ നിന്ന് മാറി ഔട്ടറിൽ കൂടി നമ്മൾ നടന്നത്. ആൻഡ് നൗ we are the heart of the കുംഭമേള. We are in the കുംഭമേളയ്ക്ക് തെന്നുന്നുണ്ട്. കളി നല്ല രീതിയിലുണ്ട്. നല്ല തിരക്കുണ്ട്. അതനുസരിച്ച് കുംഭമേള is happening, guys. ചെളിയാണ് ഗൈസ് മെയിൻ പ്രശ്നം. ഈ മണ്ണ് കൂടി ആയതുകൊണ്ട് രണ്ടും കൂടി മിക്സായി പൊടി പറക്കാണ്ടിരിക്കാൻ വേണ്ടിയാണ്. ബട്ട് സ്റ്റിൽ ആയിട്ടുള്ളവർക്ക് പറ്റിയ സ്ഥലമല്ല. ഐ എം ട്രാവലിംഗ് alongside my buddy and he's taking care of me and I'm taking care of him. വ്ലോഗ് എന്ന് പറഞ്ഞു നടക്കുന്നുണ്ട്. Guys,
പേപ്പർ സൈഡ് മതി. ഇന്ത്യ കുംഭമേള നമ്മള് ഹാർട്ട് ഭാഗത്തേക്ക് നടന്നോണ്ടിരിക്കും. നമ്മള് സംഘത്തിലാണ്. സംഘത്തിന്റെ വീട്ടിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യർ വിശ്വസിക്കുന്ന ഏറ്റവും പുണ്യവതിയായ ഗംഗയിലേക്ക് ഇറങ്ങിച്ചെല്ലാനായി ഒരു യാത്ര, കാൽനട യാത്ര. ഈ പുണ്യഭൂമിയിൽ ഇറങ്ങാൻ തന്നെ നമ്മൾ കഴിഞ്ഞ ജന്മം എന്തോ സുഹൃത്തം ചെയ്തതുപോലെ. അതെ, സുഹൃത്തം ചെയ്ത ഒരു 19 പിള്ളേർ. അടുത്ത കുംഭമേള നടത്താൻ പോകുന്ന 19 പേർ. ഒന്നും കൂടെ എന്റെ അഭിപ്രായത്തിൽ കുംഭമേള കേരളത്തിലും കൂടെ കൊണ്ടുവരണമെന്ന് ഞാൻ യാചിക്കുന്നു. Middle of Kumbh Mela, guys. The middle of Kumbh Mela. ത്രിവേണി സംഗമം ഇവിടെയാണ്. ഞാനും ചെയ്ത് വിളിക്കട്ടെ. ആ കാണുന്നൊക്കെ സംഘം ആണ്. ആരാണ്? ശ്രീരാമചന്ദ്രൻ. ശ്രീരാമചന്ദ്രനാണ്. എന്താണ്?
അത് വിളിക്കാൻ നിൽക്കണ്ട പാടിയിട്ട് ഗൈസ്. നമ്മൾ ഹായ് അങ്ങനെ സംഘം ഏരിയയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരമായിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കും. കൈ വിട്ട് കുടിച്ചോ, ഇപ്പൊ സേഫാ. അർജോ ബോൾ ജയ് ഗംഗ യമുന രണ്ടിന്റെ സംഗമം. ജയ്. അവിടെ കാണുന്ന ഫുള്ള് സംഘം ചെയ്യുന്നവരാണ്. എങ്ങനെ ക്രോസ് ചെയ്യുന്നത്? നമ്മളിപ്പോ നടന്നുകൊണ്ടിരുന്നത് യമുനയാണ് നമ്മൾ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ ഭാഗം യമുന, പിന്നെ അപ്പുറത്തേക്ക് ഗംഗ, പിന്നെ മിത്തോളജി പ്രകാരം സരസ്വതി ഉണ്ട് അവിടെ. അങ്ങനെയാണ് ത്രിവേണി സംഗമം എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ത്രിവേണി സംഗമത്തിൽ മുന്നേ അപ്പൊ അവിടെ കാണുന്ന സ്നാനം ചെയ്യാനുള്ളവരാണ്. അതെ, അവിടെ കാണുന്നവർ സ്നാനം ചെയ്യാനുള്ളതാണ്. ത്രിവേണി സംഗമത്തിൽ സ്നാനം ചെയ്യുന്നത് ലോകത്തിൽ തന്നെ ഏറ്റവും പുണ്യസ്ഥലം. How polluted it is. Yes. അത് നിങ്ങൾ മനസ്സിലാക്കണം. കാഴ്ചയിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. അപ്പം പറയുന്ന സ്വർഗമൊക്കെ എങ്ങനെയായിരിക്കും? जल्दी चला जाएगा ऊपर। That was good. जल्दी जाएगा, जल्दी चल जाएगा ऊपर। And നമ്മുടെ full team as per നമ്മളൊത്ത നടുക്കാനുള്ളത് ഇപ്പൊ എന്താ മത്തിയാണോ അത്? ചിരിക്കാനും പറ്റില്ല. പക്ഷെ ചെളി തെറിക്കുന്നു. കാണാൻ പറ്റുന്നില്ല കേട്ടോ, കണ്ണുകൊണ്ട് കാണുന്നില്ല. പക്ഷെ ഇത് കണ്ണുകൊണ്ട് കാണുന്നതല്ല സത്യം, ക്യാമറ കൊണ്ട് പോലും 500 നിലത്ത് വന്ന് 500 പോലും കിട്ടിയില്ലല്ലോ. ഇതിപ്പോ നമ്മൾ വരുന്നതിന് കുറച്ച് ദിവസം മുന്നേ ഭയങ്കര തിരക്കായിരുന്നു. ഒന്നാഴ്ചക്ക് താലെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഓവർ ക്രൗഡഡ് ആയിരുന്നു. ഇന്ന് തന്നെ ഇങ്ങനെയാണെങ്കിൽ വാട്ടർ റാഫ്റ്റിംഗ് സീൻ ദോസ് ഡേയ്സ്. വേറെ പ്രധാന സ്നാനം നടത്തുന്ന ദിവസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവര് വിളിച്ച് നമ്മളോട് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളുടെ യാത്ര പോസ്റ്റ്പോൺ ചെയ്തത്. ഇപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഏറ്റവും ഇതിൽ എങ്ങനെയൊക്കെ അടുത്ത പ്രാവശ്യം നടത്താമെന്ന് പഠിച്ച് വരികയാണ്. അപ്പുറത്തെ സൈഡ് നോക്കാനേ തോന്നില്ല. നിങ്ങളുണ്ടോ? ഉണ്ടല്ലോ. നമ്മൾ അടുത്തോണ്ടിരിക്കുകയാണ്. ആരും പേടിക്കേണ്ടതില്ല. ക്രൗഡിന്റെ സൗണ്ട് ഒക്കെ കേൾക്കാം അല്ലേ? അതെ അതെ, രമ്പല കേൾക്കാം. ഫോണിൽ എത്രത്തോളം കേൾക്കാൻ പറ്റുമെന്ന് അറിയില്ല. അതാണ് ഞാൻ പറഞ്ഞത്, കണ്ണാടി വെച്ചേക്കുന്നൊന്നും കാണുന്നുമില്ല. കഴിക്കാണ്ട് ചെയ്യുന്നില്ല, ഇത് കുറച്ചേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അപ്പുറത്തെ സൈഡിലെ പാലത്തിൽ കൂടി ആളുകൾ എത്തുന്നുണ്ട്. അതുപോലെ ഒരുപാട് ടെമ്പററി ബ്രിഡ്ജസ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളിപ്പോൾ നടക്കുന്ന ഒരു ടെമ്പററി ബ്രിഡ്ജാണ്. അത് വെൽ സ്ട്രക്ചേർഡായിട്ട് പ്ലാൻ ഉണ്ട്. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലും കുറേ കാണാം, റൈറ്റ് സൈഡിലും കുറേ കാണാം. 48 കോടിയോളം ജനങ്ങളാണ് കുംഭമേളയിലുള്ളത്. ഒരു രാജ്യം, ഒരു ഇന്ത്യ ആകെ ഉള്ളത് 130 കോടി ജനങ്ങളാണ്. അത് 48 കോടി ഈ ഒറ്റ സ്ഥലത്തുണ്ടാകുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം ഇവിടുത്തെ ക്രൗഡ് എങ്ങനെയായിരിക്കും, എങ്ങനെയാണ് ഇന്ത്യ ഇതിനെ നേരിടുന്നത് തന്നെ പറയണം, അല്ലാണ്ട് നമ്മൾ മാനേജ് ചെയ്തെന്നല്ല പറയേണ്ടത്. ഭയങ്കരമായിട്ടുള്ള, എന്നിട്ട് ഇത്ര അവർ വളരെ കുറവായി ഇപ്രാവശ്യം. പക്ഷെ അവർക്ക് നല്ല റവന്യൂ കിട്ടുന്നുണ്ട്. ഡിസാസ്റ്റേഴ്സിനെ കൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഇത്തിരി വലിയ ക്രൗഡ് ആയതുകൊണ്ട് തന്നെ ആളുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടാത്തതായിട്ടുള്ള പല ഇൻസിഡൻസ് ഉണ്ടാവാം. അതിന്റെ ഫ്ലോ പോലും വലുതാണ്. ഡ്രൗണിങ് കേസ് എത്ര ഉണ്ട് എല്ലാം നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. അത് ഭയങ്കര സ്ഥലമാണ് ഉത്തർപ്രദേശ് എന്ന് പറയുന്നത്. രാവിലെ തൊട്ട് ഉച്ച വൈകുന്നേരം വരെ ഒരു രക്ഷയില്ലാത്ത ചൂടും അതിനുശേഷം ഒരു രക്ഷയില്ലാത്ത തണുപ്പും. ഒന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. മനുഷ്യന്മാർ നടക്കുന്നതിന്റെ ഒരു തിരക്ക് കൂടിക്കൂടി വരുന്നത് നമ്മളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ആൾക്കാരൊക്കെ നമുക്ക് അടുത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നോക്കുന്നുണ്ട്. ഫ്ലോ ഉണ്ട് കേട്ടോ.
ഇതൊരു സൺകിസ് മൂമെൻ്റ് ആണ്. പക്ഷേ അങ്ങനെ സൺകിസ് കിട്ടാൻ നോക്കാം. സൺകിസ് മൊമെൻ്റ് ആണ്. സൺകിസ് ഗംഗയിൽ നിന്ന് സൺകിസ് ചെയ്യുന്ന വീഡിയോ ആണ്. അവിടെ നിന്ന് സൺകിസ് संगम क्षेत्र का ആളുകൾ വെള്ളം ഉണ്ട് കേട്ടോ. ഇതെടുത്തിട്ട് കുളിക്കാൻ തോന്നുന്നു. അതിൻ്റെ അവിടെയുള്ള ഒരു സ്നാൻ മാത്രമാണ് സ്നാൻ. ഓ മൈ ഗാഡ്, സ്നാനം എന്നൊക്കെ പറയുമ്പോൾ മാത്രമാണ് സ്നാനം എന്നാണ്. അതുകൊണ്ട് കോരി കുളിക്കുന്നതാണ് സ്നാൻ. തെയ്യം കെട്ടിക്കാനുള്ള എല്ലാ ഗംഗാ നദി ഉള്ള വേസ്റ്റ് മൊത്തം എടുത്ത് എറിയുന്നു പൂരൻ. അതിൻ്റെ ഇടയിൽ ആളുകൾ മാറ്റാനായിട്ട് ഒരു ടീം ശ്രമിക്കുന്നുണ്ട്. റെസ്പോൺസ് ടീം മസ്റ്റ് ബി റെസ്പോൺസ് ടീം. ഐ ആം നോട്ട് ഈവൻ എന്താ ഇത് ഇവിടെ നേരം ഒഴിപ്പിക്കുന്നുണ്ട്. ഒരുപാട് നേരം സ്റ്റേ ചെയ്യാനൊന്നും സമ്മതിക്കുന്നില്ല, ബട്ട് ഒഴിപ്പിക്കുന്നുണ്ട്. Sides guys, both sides. ഹര ഹര മഹാദേവ്, ഹര ഹര മഹാദേവ്, ഹര ഹര മഹാദേവ്, ഹര ഹര മഹാദേവ്. ഗംഗാ ദേവി के बेटी की गंगा देवी को लेके जय विलिकण अजय बेटी की सुनामी बेटी की गंगा देवी के माता की पार्ट बेनी की പാലിറങ്ങിയിട്ട് കുറച്ച് തിരക്ക് കുറഞ്ഞു. ഈ സ്ഥലത്തിന്റെ ഒരു വിസ്തൃതി കൊണ്ട് തിരക്ക് കുറഞ്ഞു നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത്രയും വൈഡ് ഏരിയ ആണ് ഇവിടെ ഉള്ളത്. എത്ര ആൾക്കാർ വന്നാലും അവരെ താങ്ങാനുള്ള കെൽപ്പ് ഈ ഏരിയയിലുണ്ട്. അത്രക്കും വീതിയുണ്ട് ഇവിടെ. പിന്നെ ഇഷ്ടംപോലെ ആളൊഴിഞ്ഞ സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ പാലത്തിലൂടെയൊക്കെ ഇപ്പം ഇവർ ക്രമീകരിച്ചിരിക്കുന്ന നീക്കങ്ങൾ ഓരോ പാലത്തിലൂടെ വൺ വേ മാത്രമാക്കി തിരിച്ചൊക്കെ ഭയങ്കര എഫക്റ്റീവായിട്ട് ഇവർ ചെയ്തിട്ടുണ്ട്. കുറച്ച് ദൂരം കൂടുതലാണ് നടക്കേണ്ടത്, ബട്ട് ഭയങ്കര എഫക്റ്റീവായിട്ടുള്ളൊരു രീതിയാണത്. ഒരിക്കലെങ്കിലും ഇവിടെ വന്നോന്ന് പറഞ്ഞ കാര്യം സാമാന്യ വൃത്തിയുള്ള മനുഷ്യരൊന്നും പിന്നെ തിരിച്ച് ഈ സ്ഥലത്തേക്ക് വരില്ല. സാമാന്യ വൃത്തിയുള്ള മനുഷ്യരൊന്നും പിന്നെ ഈ സ്ഥലത്തേക്ക് തിരിച്ചു വരുള്ളത്. ഓക്കെ, ഗുഡ്. നമ്മുടെ ഗ്രൂപ്പിന്റെ ഒബ്സർവേഷൻ പല ലെവലിൽ നമുക്ക് കിട്ടുന്നുണ്ട്. പോയിന്റ് ഓഫ് വ്യൂ. പൊന്നടവേ, ആരും ഇങ്ങോട്ട് വന്ന് ചാടിക്കളയില്ലേ. മഹാദേവനൊക്കെ ശരി തന്നെ, വീട്ടിൽ നിന്ന് വിളിച്ചാലും ദൈവം വിളിയേക്കും. ആദ്യം ഇവിടെ വന്ന് ഗംഗ സ്നാനം ചെയ്യാതിരുന്നവനാ ഇപ്പൊ പറയുന്നത്. അതാ, എടാ നീ സ്നാനം ചെയ്യുന്നില്ലേ? അവനെന്തേ? ഹായ് സാർ, ഞങ്ങളുടെ സാറാണ് ഗൈസ്. അൽമ, ഒബ്സർവേഷൻസ് പറയൂ. നല്ല ഒബ്സർവേഷൻ. ഇനി ഇങ്ങനെ ഒബ്സർവ് ചെയ്യരുത്. ഫീൽഡിൽ വന്ന് ഒബ്സർവ് ചെയ്യട്ടെ. നക്കി പറഞ്ഞെന്താണെന്നറിയോ? വീട്ടിൽ ഇത് പ്രാർത്ഥിച്ചാലും അങ്ങനെ കേൾക്കുമെന്ന്. വീട്ടിൽ ഇത് പ്രാർത്ഥിച്ചാലും മഹാദേവൻ കേൾക്കുമെന്ന്. സൗത്തിലോട്ടാണോ സെക്ടർ നമ്പർ 3 എന്ന് നോക്കിയാ സ്കെച്ച് പടം നോക്കി ഞാൻ നോക്കണം. നമ്മള് രാവിലെ തൊട്ട് നടക്കുകയാണല്ലോ. നമ്മള് എന്താ നടക്കുന്നു. ആദ്യമായിട്ടാണ് നമ്മളൊന്ന് ഹോൾഡ് ചെയ്യുന്നത്. സ്ട്രോങ് ഒന്നുമില്ല. നമ്മള് റെസ്റ്റ് എടുക്കണം. ലിബാമാണോ? സേ സംതിങ്. നമ്മളിപ്പോഴാണ് ഹോൾഡ് ചെയ്യുന്നത്. രാവിലെ ഏകദേശം ഇന്നൊരു 10-12 കിലോമീറ്റർ ഞങ്ങൾ നടന്നു.
ഭയങ്കര ഇപ്പോഴും കാലത്തെല്ലാം ഒതുക്കി വെച്ചിട്ടില്ല. ഞങ്ങളിപ്പം വീണ്ടും നടക്കും. ഇപ്പൊ ചെറിയൊരു വഴിയിൽ ചെറിയൊരു കൺഫ്യൂഷൻ ആയതുകൊണ്ട് അവിടെ ചർച്ച നടക്കുന്നത്. അതെ അതെ യാ അവർ ടീം സന്യാസിമാരെ കാണാം. ഇപ്പൊ കാണാൻ പോകുന്ന കാഴ്ച കുറച്ചുകൂടി കുംഭമേള ഫൈഡായിരിക്കും. കച്ചറ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും നല്ല വൃത്തിയാണ്. ഞാൻ കണ്ട കുമ്പ് മുഴുവൻ ഞാൻ കാര്യാലയ പോലീസ്. ബാക്കി എനിക്ക് വായിച്ചിട്ട് മനസ്സിലാകുന്നത് നിങ്ങൾ വായിച്ചിട്ട് മനസ്സിലാകുന്ന കേട്ടോ. നമ്മൾ ത്രിവേണി റോഡ് ദർഗാഞ്ച് പ്രയാഗ്രാജിലാണ്. പ്രയാഗ്രാജ് മേള അതോറിറ്റി ഓഫീസിലേക്കാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് എനിക്കറിയില്ല എത്രത്തോളം ഷൂട്ട് ചെയ്യാൻ പറ്റും. ബട്ട് ഐ എം സ്റ്റിൽ ഷൂട്ടിങ് ഇറ്റ്. ഓഫീസിൻ്റെ ഭംഗി നോക്കി. സേവ് വാട്ടർ ആൻഡ് ദ തീം ഈസ് ഗുഡ്. വലിയൊരു ബിൽഡിംഗ് കാണുന്ന കുറച്ച് നല്ല പെയിന്റിങ്സ്. വാവ്, building itself is good. Aesthetically good frame bro. കുറച്ച് ഫോട്ടോസ് എടുത്തിരിക്കും. ഈ നടന്ന നോക്കാണ്ട്